ടോക്കിൻ്റെ ആദ്യ ഭാഗം തുടങ്ങുകയാണ്. ഈ അടുത്ത കാലത്ത് ഇന്ത്യയെ ഒന്നാകെ ഞെട്ടിച്ച ഒരു സംഭവമായിരുന്നു 123 പേർ ഖത്രാസ് എന്നറിയപ്പെടുന്ന ഒരു കൊച്ചു പട്ടണത്തിൽ സ്റ്റാമ്പേഡിൽ കൊല്ലപ്പെട്ടു എന്ന വാർത്ത. പ്രിയമുള്ളവരെ, നിങ്ങൾക്കറിയാം, അവർ അമേരിക്കൻ ജെന്റിൽമാൻ ആൻഡ് ലേഡീസ് എന്നറിയപ്പെടുന്ന ഒറ്റ വാക്യത്തിലൂടെ അമേരിക്കക്കാരെ മുഴുവനും പിടിച്ചെടുത്ത വിവേകാനന്ദനെ പോലെയുള്ള മനീഷികൾ സന്യാസിമാരായിരുന്ന നാടാണ്. അത്തരത്തിലുള്ള സന്യാസിമാരുടെ നാട്ടിലാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നത് എന്ന് പറയുമ്പോൾ ലജ്ജയോടെ തല കുനിക്കാൻ മാത്രമേ നമുക്ക് കഴിയൂ. എന്തിന്? വിവേകാനന്ദൻ മാത്രമാണോ? ഏകനാഥനെ പോലെയുള്ള, മാധവാചാര്യയെ പോലെയുള്ള, ചൈതന്യ മഹാപ്രഭുവിനെ പോലെയുള്ള, ശങ്കരാചാര്യരെ പോലെയുള്ള, ഗുരുനാനാക്കിനെ പോലെയുള്ള, കബീറിനെ പോലെയുള്ള, രാമാനുജനെ പോലെയുള്ള, തിരുവള്ളുവരെ പോലെയുള്ള, വല്ലഭാചാര്യരെ പോലെയുള്ള, നാമദേവനെ പോലെയുള്ള, രാഘവേന്ദ്രയെ പോലെയുള്ള, ഗുരു ചൈതന്യയെ പോലെയുള്ള, പ്രേമചന്ദ്ര സ്വാമിയെ പോലെയുള്ള മഹാരഥന്മാർ സന്യാസിമാരായിരുന്ന നാട്ടിലാണ് ഇത്തരത്തിലുള്ള കുരുതികൾ നടക്കുന്നത് എന്നോർക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഞെട്ടണം. നമ്മളുടെ സംസ്കാരം എവിടേക്കാണ് പോകുന്നത്, വിദ്യാഭ്യാസം നമ്മളെ എവിടേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ളതിനെക്കുറിച്ചും ചിന്തിക്കണം. ഞാൻ മുകളിൽ പറഞ്ഞ മഹാരഥന്മാരൊന്നും തങ്ങളുടെ സാമ്രാജ്യത്തെ ഒരു കൾട്ടായിട്ട് രൂപപ്പെടുത്തിയിട്ടില്ല. ആ കൾട്ടായിട്ട് രൂപപ്പെട്ട് തുടങ്ങിയത് എന്നു മുതലാണ് എന്ന് നമ്മൾ ചിന്തിക്കണം. ഇപ്പോൾ ഇവിടെ വളരെ മഹാനായ ഒരു മനുഷ്യനെക്കുറിച്ചാണ് നാട്ടുകാരൊക്കെ പറയുന്നത്. ഒരു കോൺസ്റ്റബിൾ ആയിരുന്ന ആ മനുഷ്യൻ, ആ കോൺസ്റ്റബിൾ ആയിരുന്ന സുരാജ് പാൽ എന്നറിയപ്പെടുന്ന മനുഷ്യനാണ് നാരായൺ സാഗർ വിശ്വഹരി എന്നറിയപ്പെടുന്ന ഒരു പേരിലേക്ക് മാറി ജനക്കൂട്ടത്തെ ഇത്തരത്തിൽ വഴിതെറ്റിച്ചുകൊണ്ടിരിക്കുന്നു. വെറും 21 ബെഗായിലെ ആ സാമ്രാജ്യത്തിൽ നിന്നും 21 ബെഗായ്ക്ക് തുടങ്ങിയ ആ 21 ബെഗായിൽ തുടങ്ങിയ ആ ഒരു സാമ്രാജ്യം ഇന്ന് വളർന്ന് പന്തലിച്ച് ലാഖിംപൂരിലെ വിശ്വപ്രസിദ്ധമായ, ഇന്ന് ലോകം മുഴുവനും ആൾക്കാർ അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്, ലാഖിംപൂർ എന്നറിയപ്പെടുന്ന വിശ്വാസത്തിൻ്റെ സിറ്റി. ഇന്ത്യയിൽ ഇതുപോലെ വിശ്വാസം വിഴുങ്ങിക്കളഞ്ഞ ഒരുപാട് പട്ടണങ്ങളുണ്ട്. ആ വിശ്വാസം വിഴുങ്ങിക്കളഞ്ഞ പട്ടണങ്ങളിൽ ഒന്നായിരുന്നു ലാഖിംപൂർ. വിശ്വാസങ്ങളിൽ ഒന്ന് 100-100 പേരെ കൊന്നുകളഞ്ഞ മറ്റൊരു വിശ്വാസത്തിൻ്റെ സിറ്റിയായിരിക്കുന്നു ഖത്രാസ്. അതുപോലെ കേരളത്തിലും അതിനുള്ള സിറ്റികളുണ്ട്, അമൃതപുരി പോലെ, അതുപോലെയുള്ള പുട്ടപർത്തി പോലെ, കനൗജ് പോലെ, പൂനെ പോലെ ഉള്ള സിറ്റികൾ വിശ്വാസം വിഴുങ്ങിക്കളഞ്ഞ ഇന്ത്യയിലെ പട്ടണങ്ങളാണ്. ഇവിടെ നിങ്ങൾക്ക് നമ്മളുടെ നാരായൺ സാഗർ വിശ്വഹരിയെ പോലീസൊന്നും ചെയ്യില്ല. പോലീസിൻ്റെ FIRലും പോലീസ് പറഞ്ഞിട്ടുണ്ട് നാരായൺ ഹരി സംഭവ സ്ഥലത്തുണ്ടായി. സംഭവം നടക്കുമ്പോൾ നാരായൺ ഹരി പുറത്തായിരുന്നു. അദ്ദേഹത്തെ ഒന്നും ചെയ്യാതിരിക്കാനുള്ള കാരണമുണ്ട്. വെസ്റ്റേൺ UPയിലെ ഏകദേശം 150ഓളം അസംബ്ലി മണ്ഡലം, വെസ്റ്റേൺ ഏകദേശം 25ഓളം ലോക്സഭാ മണ്ഡലങ്ങളുണ്ട്. ദളിത് കാർഡ് കൂടി വീശുന്ന ഒരു സ്വാമിയാണ് നമ്മളുടെ സുരാജ് പാൽ എന്ന വിശ്വഹരി. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ അവിടുത്തെ രാഷ്ട്രീയക്കാരും ഒന്നും ചെയ്യാൻ സാധ്യതയില്ല. അദ്ദേഹം അത്രമാത്രം പടർന്ന് പന്തലിച്ച സാമ്രാജ്യത്തിൻ്റെ ഉടമയാണ് വിശ്വഹരി. ലാഖിംപൂരിനെ അദ്ദേഹം ഒരു മാജിക്കൽ പ്ലേസായിട്ട് മാറ്റിവെച്ചിരിക്കുകയാണ്. ഒരുപാട് പേരെ ഹിപ്നോട്ടൈസ് ചെയ്ത് തന്നിലേക്ക് ആകർഷിക്കുന്ന നാരായൺ ഹരി, വിശ്വഹരി എന്നറിയപ്പെടുന്ന സുരാജ് പാൽ. അപ്പോൾ ഇതുപോലെയുള്ള ഒരുപാട് സ്വാമിമാരുടെ നാടായിരിക്കുന്നു. ഇത് വിദേശ രാജ്യങ്ങളിലും ഇത്തരത്തിലുള്ള സ്വാമിമാരുണ്ടായിരുന്നു. വിദേശ രാജ്യങ്ങളിലുള്ള ഓം ശ്രീങ്കോ പോലെയുള്ള, ജപ്പാനിലെ ഓം ശ്രീങ്കോ പോലെയുള്ള, ഷോക്കോ അസഹാറയെ പോലെയുള്ള ആൾക്കാരുണ്ടായിരുന്നു. ഷോക്കോ അസഹാറ പ്രശ്നക്കാരനായി മാറിയപ്പോൾ, അവിടെയുള്ള ആൾക്കാരെ കൊന്നൊടുക്കിയപ്പോൾ ഷോക്കോ അസഹാറയെ തൂക്കിക്കൊന്നു, ജയിലിലടച്ചു ജപ്പാൻ ഭരണകൂടം. ഡേവിഡ് കൊറോച്ച് എന്നറിയപ്പെടുന്ന സ്വാമിയെ എന്നേക്കുമായി അവസാനിപ്പിച്ചു അമേരിക്കൻ ഫെഡറൽ പോലീസ്. ഞാനാണ് അന്തിക്രിസ്തു എന്ന് പറഞ്ഞുകൊണ്ട് അമേരിക്കയെ ആകമാനം അതിന് പ്രശ്നങ്ങളുണ്ടാക്കിയ ഡേവിഡ് കൊറോഷിനെ
അമേരിക്കൻ പോലീസ് അവസാനിപ്പിച്ചു. പക്ഷേ ഇന്ത്യയിൽ ഇവർക്കെതിരെ എന്തെങ്കിലും ചെയ്യാൻ ജനാധിപത്യ വ്യവസ്ഥയിൽ നമുക്ക് കഴിയുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയണം. കാരണം ഇത്തരത്തിലുള്ള സ്വാമിമാരുടെ, അതായത് ഇന്ത്യയിലെ നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട മനുഷ്യൻ പോലും ഞാനൊരു നോൺ ബയോളജിക്കൽ ക്രീച്ചറാണ് എന്ന് പറയുമ്പോൾ, ഞാനൊരു ദൈവമാണ് എന്ന് പറയുമ്പോൾ, ഇതുപോലെയുള്ള ദൈവങ്ങൾക്കെതിരെ നമുക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല, ചെയ്യാൻ സാധിക്കുകയുമില്ല എന്നുള്ളതാണ് വസ്തുത. അവർക്കെതിരെ ഒന്നും ഒരു ചെറുവിരൽ അനക്കാൻ പോലും ഇവിടെയുള്ള അധികാരികൾക്ക് കഴിയില്ല, എത്രമാത്രം ക്രിമിനൽ പ്രവർത്തനങ്ങൾ ഉണ്ടായാലും. മറ്റു ചില കേസുകളിൽ ചില സ്വാമിമാരെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് അകത്തിട്ടത് വളരെയധികം തെളിവ് അവർക്കെതിരായതുകൊണ്ടും അവർക്കെതിരെയുള്ള സോഷ്യൽ മീഡിയ സെൻസേഷൻ കൊണ്ട് മാത്രമാണ് ഇവർ അറസ്റ്റ് ചെയ്യപ്പെട്ടത്. അല്ലെങ്കിൽ അവരും രക്ഷപ്പെടുമായിരുന്നു. ഇവിടെ നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന, ഇവിടെ ഏറ്റവും കൂടുതൽ ഇത്തരത്തിലുള്ള ആൾക്കാരെ സന്ദർശിക്കുന്നത് എന്തിന്? സുപ്രീം കോടതിയിലെ, ഹൈക്കോടതിയിലെ ജഡ്ജിമാർ, വളരെ ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥർ, വളരെ ഉന്നതരായ രാഷ്ട്രീയക്കാർ, വളരെ പ്രശസ്തരായ ബിസിനസ് ടൈക്കൂൺസ്, ഇവരൊക്കെയാണ് ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശിഷ്യന്മാർ. അപ്പോൾ തീർച്ചയായിട്ടും ഇവർക്കെതിരെ ഒരു ചെറുവിരൽ പോലും അനക്കുവാൻ നമ്മുടെ അധികാരികൾക്ക് കഴിയുകയില്ല എന്നുള്ളത് തന്നെയാണ് വസ്തുത. ഞാൻ നേരത്തെ പറഞ്ഞ ഈ നമ്മളുടെ സുരാജ് പാൽ എന്നറിയപ്പെടുന്ന സ്വാമി സ്വാമി ഒന്നും ചെയ്യില്ല. എന്തിന്? നിങ്ങളൊന്ന് ഓർക്കണം, അയാൾ കടന്നു പോകുന്ന പാതയിലെ അയാളുടെ വണ്ടി കടന്നു പോകുന്ന, അയാളുടെ ആ ഒരു വണ്ടി കടന്നുപോയ പാതയിലെ ടയറിനടിയിലെ മണ്ണ് ശേഖരിക്കാനാണ് ഇത്രയും പേർ കൊല്ലപ്പെട്ടത് എന്ന് ഓർക്കുമ്പോൾ നമ്മുടെ രാജ്യം മുന്നോട്ട് പോകുന്നു എന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊരു വ്യക്തമായ ഐഡിയ അതിന് ലഭിക്കും. അപ്പോൾ അതിന് തമ്മിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന സാധനവുമുണ്ട്. ആ ഇന്ത്യ ഇത്തരത്തിലുള്ള ആൾക്കാരുടെ കസ്റ്റഡിയിലാണ്. വിശ്വാസം ഇന്ത്യൻ സമൂഹത്തെ വിശ്വാസം ഒരു നല്ല വിശ്വാസം എപ്പോഴും നല്ലത് തന്നെയാണ്. പക്ഷേ ഇത്തരത്തിലുള്ള അന്ധവിശ്വാസം നമ്മുടെ സമൂഹത്തെ വിഴുങ്ങുന്നു എന്നുള്ളത് നമ്മളുടെ ഒരു പ്രശ്നം തന്നെയാണ്. അപ്പോൾ ഈ ഒരു ഇത്തരത്തിലുള്ള വിശ്വാസികൾ മറ്റു മതങ്ങളിലുമുണ്ട്. ഹിന്ദു മതത്തിൽ മാത്രമല്ല. ഞാൻ നേരത്തെ പറഞ്ഞ ഡേവിഡ് കൊറോഷും, നേരത്തെ പറഞ്ഞ ഓം ശ്രീങ്കോയുടെ ഷോക്കോ ഹസാറയും അതിന് പാക്സൂൺ ചായും ഒക്കെ ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളുടെ ഫാക്ടറികൾ തന്നെയായിരുന്നു. ഈ ചരിത്രം നമുക്ക് പിറകിലേക്ക് പോകുമ്പോൾ ഓർക്കണം, ഇതൊക്കെ നടക്കുന്നത് പ്രിയപ്പെട്ട വിവേകാനന്ദൻ്റെ നാട്ടിലാണ്, സ്വാമി വിവേകാനന്ദൻ്റെ നാട്ടിലാണ്. പ്രബുദ്ധനായ മനീഷിയായിരുന്ന ആ മനുഷ്യൻ്റെ നാട്ടിലാണ് ഇതൊക്കെ നടക്കുന്നതെന്ന് ഓർക്കുമ്പോൾ വളരെ വിഷമമുണ്ട്. ഇവിടെ നമുക്ക് കാണാൻ കഴിയും. ഇവിടെ നമ്മുടെ കുറച്ച് പിറകിലേക്ക് പോകുമ്പോൾ നമ്മളുടെ ആസാറാം ബാപ്പു എന്നറിയപ്പെടുന്നൊരു മനുഷ്യനുണ്ടായിരുന്നു ഹരിയാനയിൽ. എന്തിന്? നമ്മളുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പോലും സന്ത് എന്ന പേരിൽ വിശ്വസിച്ചിരുന്ന, ബഹുമാനിച്ചിരുന്ന ആസാറാം ബാപ്പു ബലാത്സംഗ കേസിലെ പ്രതിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകനും കൊച്ചു കക്ഷിയൊന്നുമല്ല. അയാളും ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. ഇത്തരത്തിൽ എല്ലാ പ്രവർത്തനങ്ങളും ഉണ്ടാക്കിച്ചേരുന്ന എല്ലാ പ്രവർത്തനങ്ങളുമുള്ള എ സെയിൻറ്റ് ക്യാൻ ബി എ റാസ്കൽ, ബട്ട് എ റാസ്കൽ ക്യാൻ ബി എ സെയിൻറ്റ് എന്നറിയപ്പെടുന്ന ഒരു വചനമുണ്ട്. കണ്ടല്ലോ, എ റാസ്കൽ ക്യാൻ ബി എ സെയിൻറ്റ്. കണ്ടല്ലോ, എ സെയിൻറ്റ് ക്യാൻ ബി എ റാസ്കൽ. അപ്പോൾ ആ ഒരു വിശ്വാസമാണ് ഇപ്പോൾ റാസ്കൽസാണ് ഈ സെയിൻ്റ് ആകുന്നതിൽ ഏറ്റവും കൂടുതലെന്ന് നമുക്ക് പറയേണ്ടി വന്നിരിക്കുന്നു. പ്രിയമുള്ളവരെ, അപ്പോൾ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മളുടെ മുൻപിലുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്തും മടിയില്ലാതെ ആൾക്കാരെ കൊന്നൊടുക്കാൻ കഴിയുന്ന ഒരു കൾട്ടായിട്ട് രൂപപ്പെടുത്തിയെടുക്കുകയാണ് ഓരോ സ്വാമിമാരും തങ്ങളുടെ പ്രസ്ഥാനത്തെ എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ദോഷമെന്ന് പറയുന്നത്. ഇവിടെയും ആൾക്കൂട്ടത്തിനെ ചിന്നിച്ചിതറിപ്പിച്ചതും അടിച്ചോടിപ്പിച്ചതും ഒക്കെ അദ്ദേഹത്തിൻ്റെ ബോഡി ഗാർഡ്സായിരുന്നു. അത്തരത്തിലുള്ള ഒരു കുറച്ച് ഗുണ്ടാകളെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കേന്ദ്രങ്ങളായിരിക്കുന്നു ഇത്തരത്തിലുള്ള ആശ്രമങ്ങൾ. ഇപ്പോൾ എന്തായാലും നമ്മളുടെ ആസാറാം ബാപ്പു ജയിലിലും പ്രശ്നക്കാരനാണ്, അദ്ദേഹവും ജയിലിലുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കക്ഷിയായിരുന്നു ദേരാ സച്ചാ സൗദ് എന്നറിയപ്പെടുന്ന പ്രസ്ഥാനത്തിൻ്റെ നേതാവായിരുന്ന ഗുർമീത് സിംഗ്. പുള്ളിയും ചില്ലറക്കാരനൊന്നുമല്ല. പുള്ളിയും ഏകദേശം 7-8 ബലാത്സംഗ കേസുകളിലെ പ്രതിയാണ്. അനുയായികളെ മാത്രവുമല്ല, അദ്ദേഹത്തിന് ആദ്യം നടന്ന ഒരു കൊലപാതക കേസുണ്ട്. അവിടെ വക്കീലും ജഡ്ജിയും അധികാര കേന്ദ്രങ്ങളും ഒന്നും കാണാതിരുന്നത് കൊണ്ട് രക്ഷപ്പെട്ടു പോകുന്നതാണ് ഗുർമീത് സിംഗ്.
മാത്രവുമല്ല തൻ്റെ അനുയായികളെ ഷണ്ഡീകരിച്ചതിന് ശേഷം ആ സുഖങ്ങളൊക്കെ സ്വയം അനുഭവിച്ച ഒരു മനുഷ്യനായിരുന്നു ഗുർമീത് സിംഗ്. റിപ്പോർട്ടുകളൊന്നും പുറത്തു വന്നില്ല. അയാളുടെ പേരിലുള്ളൊരു നൊട്ടോറിയസ് ആയിട്ടുള്ള കൊലപാതക കേസുണ്ട്. രാമചന്ദ്ര ഛത്രപതി എന്നറിയപ്പെടുന്ന ഒരു പത്രപ്രവർത്തകനെ വെടിവെച്ചു കൊന്നു. ഈ ഗുർമീത് സിംഗിൻ്റെ അനുയായികൾ. എന്തിനാണ് രാമചന്ദ്ര ഛത്രപതി കൊല ചെയ്യപ്പെട്ടത്? അദ്ദേഹത്തിൻ്റെ പേരിൽ പത്രപ്രവർത്തനത്തിന് അവാർഡുണ്ട്. ആ പത്രപ്രവർത്തനത്തിൻ്റെ അവാർഡ് സ്വീകരിച്ചവരിൽ വളരെ പ്രശസ്തനായ ഒരുപാട് പത്രപ്രവർത്തകരുമുണ്ട്. നമ്മളുടെ ഖുശ്വന്ത് സിംഗിന് ഈ അവാർഡ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ റോത്തക്കിലാണ് തൻ്റെ പ്രധാനപ്പെട്ട പത്രപ്രവർത്തന സ്ഥാപനം അദ്ദേഹം തുടങ്ങി വെച്ചത്. ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ മകൻ ആ ഒരു പത്രം നടത്തുന്നുണ്ട്. രാമചന്ദ്ര ഛത്രപതിയെ വെട്ടിവെച്ചു കൊന്നു ഗുർമീത് സിംഗ്. കാരണം അവിടെ നിന്ന് പുറത്തേക്ക് വന്ന ഒരു സ്വാമിനിയുടെ അഭിമുഖം അദ്ദേഹം പ്രസിദ്ധീകരിക്കുകയും ആ അഭിമുഖം പ്രസിദ്ധീകരിച്ചതിന് ആണ് അദ്ദേഹം രാമചന്ദ്ര ഛത്രപതിയെ കൊല ചെയ്തത്. അതിന് തൊട്ടു മുമ്പ് ഈ സ്വാമിനിയുടെ തന്നെ സഹോദരനായിരുന്ന രഞ്ജിത് സിംഗിനെയും ഇയാൾ വകവരുത്തിയിരുന്നു. ഇതൊക്കെ ആത്മീയതയുടെ പേരിലാണ് ഇന്ത്യയിൽ നടന്നു വന്നിരുന്നതെന്ന് അറിയുമ്പോഴും ഏകദേശം മില്യൺ കണക്കിന് ഫോളോവേഴ്സ് ഇവർക്കൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോഴുമാണ് ഇന്ത്യ എവിടേക്ക് പോകുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ ഈ മനുഷ്യർക്ക് തന്നെ ഉണ്ട്. എല്ലാവരും സുഖഭോഗങ്ങളുടെ പുറകിലെയായിരുന്നു. പിന്നീട് മറ്റൊരു പ്രധാനപ്പെട്ട മനുഷ്യനാണ് രജനീഷ്. ചന്ദ്രമോഹൻ ജയിൽ എന്നറിയപ്പെടുന്ന രജനീഷ്. അമേരിക്കയിൽ രജനീഷ്പുരി എന്നറിയപ്പെടുന്നൊരു പട്ടണം തന്നെ ഉണ്ടാക്കി. ഏകദേശം 2 ജെറ്റുകളുണ്ടായിരുന്ന 99ഓളം കാറുകൾ, റോൾസ് റോയ്സ് കാറുകളുണ്ടായിരുന്ന മനുഷ്യൻ. പക്ഷേ അദ്ദേഹം നല്ല വായനാശീലമുള്ള ആളായിരുന്നു. തത്വശാസ്ത്രത്തിലെ പ്രൊഫസറായിരുന്നു. നിരന്തരം ഗാന്ധിജിയെ വിമർശിച്ച ആളായിരുന്നു. പുരോഹിതന്മാരെയും രാഷ്ട്രീയക്കാരെയും കളിയാക്കിയിരുന്ന ആളായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അനഭിമതൻ കൂടിയായിരുന്നു. കാരണം രാഷ്ട്രീയക്കാരെ സുഖിപ്പിക്കാൻ പോയില്ല എന്നുള്ള ഒരു നല്ല വശം ഇവിടെ ആചാര്യ രജനീഷിനുണ്ടായിരുന്നു. രതിവൈകൃതങ്ങളുടെ സ്വാമി, ലൈംഗികതയിലൂടെ ആത്മീയതയുടെ പരമോന്നതിയിലേക്ക് എത്തിക്കാം എന്ന് കരുതിയിരുന്ന ആളായിരുന്നു ആചാര്യ രജനീഷ്. യോനികളുടെ തമ്പുരാൻ എന്ന അദ്ദേഹത്തെ പാശ്ചാത്യ മാധ്യമങ്ങൾ വാഴ്ത്തിയിരുന്നു. അദ്ദേഹത്തിൻ്റെ ലൈംഗികതയുമായി ബന്ധപ്പെടുന്ന പ്രഭാഷണങ്ങൾ മാത്രം പ്രസിദ്ധീകരിച്ചിരുന്നു, ആ വീഡിയോകൾ പ്രസിദ്ധീകരിച്ചിരുന്നു. അപ്പോൾ ഇങ്ങനെ എത്രയോ അദ്ദേഹത്തിനെ അമേരിക്കയിൽ നിന്ന് പുറത്താക്കി അമേരിക്കൻ ഭരണകൂടം. തങ്ങളുടെ വിശ്വാസ പ്രമാണങ്ങൾക്കെതിരാണ് എന്ന് വന്നപ്പോൾ, തങ്ങളുടെ ജനാധിപത്യ പ്രക്രിയകൾക്കെതിരാണ് എന്ന് വന്നപ്പോൾ അമേരിക്കൻ പോലീസ് ഇടപെടുകയും ആചാര്യ രജനീഷിനെ അമേരിക്കയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. ഇതൊക്കെ ഇന്ത്യയിൽ നടക്കുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം. ഇവരൊക്കെ ജയിലിലായാലും ഈ സുഖഭോഗങ്ങളൊക്കെ അനുഭവിക്കുകയും ചെയ്യും എന്നുള്ളത് തന്നെയാണ് കാര്യം. അപ്പോൾ ഇത്തരത്തിലുള്ള ഞാൻ രജനീഷിനെ കുറിച്ചുള്ള ഒരു നല്ല വശം ഞാൻ പറഞ്ഞത്. ഓഷോ തങ്ങളെ സ്വാധീനിച്ചു എന്ന് മൻമോഹൻ സിംഗ് പറഞ്ഞിട്ടുണ്ട്. ഓഷോ തങ്ങളെ സ്വാധീനിച്ചു എന്ന് മോഹൻലാൽ പറഞ്ഞിട്ടുണ്ട്. ഖുശ്വന്ത് സിംഗ് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ പലരും അതിനെ പറഞ്ഞിട്ടുണ്ട് ഓഷോ തങ്ങളെ സ്വാധീനിച്ചു എന്ന്. അതുകൊണ്ട് ഓഷോ വിമർശനത്തിന് അതീതനൊന്നുമല്ല. ഇത്തരത്തിലുള്ള ഹൈന്ദവ മതത്തിലെ ലൈംഗികതയെ മാത്രം മുറുകെ പിടിച്ചുകൊണ്ട് ആത്മീയതയിലേക്ക് എത്തിച്ചേരാമെന്ന് കരുതിയിരുന്ന രതിവൈകൃതങ്ങളുടെ സ്വാമിയും ഇതിനെ ഒരു കൾട്ടായിട്ട് മാറ്റി എന്നുള്ളതാണ് സത്യം. ഏകദേശം 2 ലക്ഷത്തോളം ആൾക്കാർ എല്ലാ വർഷവും അദ്ദേഹത്തിൻ്റെ പൂനെയിലുള്ള ആശ്രമം സന്ദർശിക്കുന്നു എന്നുള്ളതും ഇതുമായി കൂട്ടിച്ചേർത്ത് വായിക്കണം നിങ്ങൾ. പിന്നീട് മറ്റൊരു മനുഷ്യനാണ് നമ്മൾ കടന്നു വരുമ്പോൾ രാജശേഖരൻ എന്ന നിത്യാനന്ദ. അദ്ദേഹത്തിൻ്റെ സീനുകളൊക്കെ എല്ലാവരും അതിനെ കണ്ടു കഴിഞ്ഞതാണ്. രഞ്ജിത എന്നറിയപ്പെടുന്ന സിനിമാ നടിയുമൊത്തുള്ള അദ്ദേഹത്തിൻ്റെ വീഡിയോ ക്ലിപ്പുകൾ അദ്ദേഹത്തിൻ്റെ ഒരു അനുയായിക തന്നെ തൂക്കി വെളിയിലേക്ക് വിട്ടപ്പോൾ ഉണ്ടായ കോലാഹലങ്ങൾ അദ്ദേഹത്തിനും ഉണ്ടായിരുന്ന മില്യൺ കണക്കിന് ആരാധകർ. ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ സഞ്ചരിച്ച് തൻ്റെ എന്തോ ആത്മീയ സിദ്ധികളൊക്കെ നേടിയെന്ന് കരുതി തമിഴ്നാട്ടിലേക്ക് വന്ന് അവിടെ ആശ്രമങ്ങൾ തുടങ്ങി വച്ചിരുന്നു അദ്ദേഹം. ആരതി എന്നറിയപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ ഭക്തയുടെ അതിൻ്റെ മൊഴിയാണ് അദ്ദേഹത്തെ വളരെയധികം പിന്നീട് കുഴപ്പത്തിലേക്ക് കൊണ്ടുപോയത്. ഗുജറാത്ത് പോലീസ് അന്വേഷിക്കുന്നു എന്ന് വന്നപ്പോൾ
ഇന്ത്യയിൽ നിന്നും മുങ്ങി അങ്ങ് പലാവു എന്നറിയോ, അങ്ങ് വെസ്റ്റ് ഇൻഡീസിൽ പോയി ഒരു ദ്വീപ് വിലയ്ക്ക് വാങ്ങി അതിപ്പോൾ ഒരു സാമ്രാജ്യമാക്കി മാറ്റി. കൈലാസം എന്നറിയപ്പെടുന്ന സാമ്രാജ്യവും കറൻസിയും ഒക്കെ മാറ്റി അങ്ങ് UN വരെ പ്രസംഗിച്ചിരിക്കുന്നു ഈ നൊട്ടോറിയസ് ആയിട്ടുള്ള സ്വാമി. ഒരുപാട് ചാർജുകൾ, റേപ്പുകൾ അടക്കമുള്ള ചാർജുകളുള്ള സ്വാമിയാണ് നമ്മളുടെ രാജശേഖരൻ എന്നറിയപ്പെടുന്ന നിത്യാനന്ദ. അപ്പോൾ ഇതുപോലുള്ള അതിന് സ്വാമിയുണ്ട്. പിന്നീട് മറ്റൊരു സ്വാമിയുണ്ട്, പ്രേമാനന്ദ. അത് അദ്ദേഹം അതിന് ഇന്ത്യ വിലയ്ക്ക് വാങ്ങിയ സ്വാമിയാണ്. അങ്ങ് ശ്രീലങ്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്ന് ഇവിടെ താമസിച്ച സ്വാമിയായിരുന്നു അദ്ദേഹം. ഒരു ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പേരിലായിരുന്നു പുള്ളിയുടെ പീഡനങ്ങളൊക്കെ. തിരുച്ചിറപ്പള്ളി എന്നറിയപ്പെടുന്ന സ്ഥലത്ത് ഒരു സ്ഥാപനം തുടങ്ങുകയും അത് വളർന്ന് പന്തലിച്ച് 150ഓളം ബ്രാഞ്ചുകളുള്ള 150ഓളം ഏക്കറിൽ പടർന്നു കിടക്കുന്ന 25ഓളം ബ്രാഞ്ചുകളുള്ള ഒരു വലിയ പ്രസ്ഥാനമാക്കി മാറ്റിയെടുത്തു അദ്ദേഹം തൻ്റെ കാഴ്ച. അദ്ദേഹത്തിൻ്റെ കോടികൾ, വിദേശ രാജ്യങ്ങളിൽ നിന്ന് കോടിക്കണക്കിന് ഫണ്ടാണ് ഇവിടേക്ക് വന്നത്. 94 അതിന് സ്വാമിജി വളരെയധികം അതിന് പ്രശസ്തനായി. അപ്പോഴാണ് പീഡന കഥകൾ പുറത്തേക്ക് വന്നു തുടങ്ങിയത് പുറം ലോകമാർക്ക്. നമ്മളുടെ ചില സ്വാമിനിമാരെ പോലെ തന്നെ അദ്ദേഹവും തൻ്റെ ആശ്രമത്തിനെ മറ്റു പ്രവർത്തനങ്ങൾക്കാണ് ഉപയോഗിച്ചത്. ഈ പ്രേമാനന്ദ എന്നറിയപ്പെടുന്ന സ്വാമിക്ക് വേണ്ടി അദ്ദേഹം റേപ്പ് കേസിൽ പ്രതിയായപ്പോൾ വാദിക്കാൻ വന്നത് കുറഞ്ഞ കക്ഷിയൊന്നുമല്ല. രാം ജെത്മലാനി എന്നറിയപ്പെടുന്ന അഡ്വക്കറ്റാണ് ഡൽഹിയിൽ നിന്ന് പറന്ന് ഇവിടെ ഇറങ്ങിയത് ഈ പ്രേമാനന്ദയ്ക്ക് വേണ്ടി വാദിക്കാൻ. ഏകദേശം പിന്നീട് അദ്ദേഹം ഒരു മർഡർ കേസിൽ ശിക്ഷിക്കപ്പെട്ടു. ഏകദേശം 13ഓളം റേപ്പ് കേസുകളാണ് അദ്ദേഹത്തിൻ്റെ പേരിൽ ചാർജ് ചെയ്യപ്പെട്ടത്. താന്ത്രികം എന്നറിയപ്പെടുന്ന ഭാഷയാണ് അദ്ദേഹവും ഉപയോഗിച്ചത് ചന്ദ്രസ്വാമിയെ പോലെ. എന്തായാലും രോഗത്തിനോട് തൻ്റെ താന്ത്രികമൊന്നും വെളിപ്പെടുത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. ആ താന്ത്രിക സിദ്ധിയൊന്നും രോഗത്തിനോട് നടന്നില്ല. അദ്ദേഹം കരൾ രോഗം ബാധിച്ച്, വൃക്കയും കരൾ രോഗവും ഒക്കെ ബാധിച്ച് മരണപ്പെടുകയായിരുന്നു ഈ പ്രേമാനന്ദ ചെയ്തത്. പിന്നെ വളരെ പ്രശസ്തനായ മറ്റൊരു സ്വാമിയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇന്ദിരാഗാന്ധിയുടെ യോഗ മാസ്റ്റർ, സഞ്ജയ് ഗാന്ധിയുടെ പ്രിയ ധീരേന്ദ്ര ബ്രഹ്മചാരി. ഒരു പക്ഷേ ഈ സ്വാമിമാരൊക്കെ തൻ്റെ അധികാരം ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുത്തി ഇന്ത്യയെ ഹൈജാക്ക്, ഇന്ത്യൻ ഭരണകൂടത്തെ പോലും ഹൈജാക്ക് ചെയ്തു. അത് ഏറ്റവും കൂടുതൽ എനിക്ക് വളരെ ലജ്ജയുണ്ട് പറയാൻ, കോൺഗ്രസ് ഭരണകാലത്താണ് നടന്നിട്ടുള്ളത്. രാംദേവ് ഇന്ന് ഭരണത്തിലൊന്നും അധികമായിട്ട് കൈയാളുന്നില്ല എങ്കിലും, കാശുണ്ടാക്കുന്നുണ്ട് എങ്കിലും, അധികാരത്തെ തൻ്റെ കൈപ്പിടിയിലൊതുക്കി സാധിച്ചത് കോൺഗ്രസിൻ്റെ ഭരണകാലത്താണെന്നും പറയേണ്ടി വരും. കാരണം ധീരേന്ദ്ര ബ്രഹ്മചാരി, ഇന്ത്യൻ റാസ്പുടിൻ എന്നറിയപ്പെടുന്ന ധീരേന്ദ്ര ബ്രഹ്മചാരി ഇന്ദിരാഗാന്ധിയെ വഴിതെറ്റിച്ചതിൽ, സഞ്ജയ് ഗാന്ധിയെ വഴിതെറ്റിച്ചതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിച്ച മനുഷ്യനാണ് ഈ ധീരേന്ദ്ര ബ്രഹ്മചാരി. അദ്ദേഹവും യോഗ മാസ്റ്ററായിരുന്നു. രാംദേവിന് മുമ്പേ ഇന്ത്യൻ പ്രധാനമന്ത്രിമാരുടെ മുമ്പിലൂടെ പറന്നുപോയ ധീരേന്ദ്ര ബ്രഹ്മചാരി പറന്ന് തന്നെ മരിക്കുകയും ചെയ്തു. അദ്ദേഹവും ജമ്മുവിലെയും ഖത്രയിലെയും മാണ്ഡ്ലായിലെയും ഒക്കെ ആശ്രമങ്ങൾ സ്ഥാപിച്ചിരുന്നു. യോഗാഗുരു ഹഠയോഗ എന്നറിയപ്പെടുന്നതിൽ സ്പെഷ്യലിസ്റ്റായിരുന്നു അദ്ദേഹം. ഹഠയോഗം എന്തിന് അങ്ങ് റഷ്യയിൽ പോയി കോസ്മനോട്ടുകളെപ്പോലും ഹഠയോഗം പഠിപ്പിച്ച കക്ഷിയാണ് അദ്ദേഹം. പിന്നീടാണ് നെഹ്റു അദ്ദേഹത്തെ തൻ്റെ പുത്രിക്ക് യോഗ പഠിപ്പിക്കാൻ വേണ്ടി ഇന്ത്യയിലേക്ക് ക്ഷണിക്കുന്നത്. ഇന്ത്യയിൽ വന്ന അദ്ദേഹം പിന്നീട് ഭരണത്തിൽ പിടിമുറുക്കുകയായിരുന്നു. അതുകൊണ്ടാണ് ഇന്ത്യൻ റാസ്പുട്ടിൻ എന്നറിയപ്പെടുന്നത് അദ്ദേഹം. പിന്നീട് സഞ്ജയ് ഗാന്ധിയുടെ പ്രിയതോഴനായി മാറി. സഞ്ജയ് ഗാന്ധിയെപ്പോലെ ഒരു വിമാനാപകടത്തിൽ 94 കൊല്ലപ്പെട്ടു അദ്ദേഹം. ഇദ്ദേഹത്തിൻ്റെ പേരിൽ ഒരുപാട് നൊട്ടോറിയസ് കേസുകളുണ്ട്. US നിന്ന് ഒരു വിമാനം ടാക്സ് കൊടുക്കാതെ ഇന്ത്യയിലേക്ക് വാങ്ങിക്കൊണ്ടുവന്നു. ഒരു EDയും അന്വേഷിച്ചില്ല. കോൺഗ്രസിൻ്റെ ഭരണകാലത്ത് പിന്നീട് ED ഒരു പ്രധാനപ്പെട്ട സംഭവവുമായിരുന്നില്ല. അപ്പോൾ ED അന്വേഷിച്ചില്ല. ഒരുപാട് ടാക്സ് എവേഷൻ നടത്തി. അമേരിക്കയിൽ നിന്ന് പ്ലെയിൻ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നു. അതുപോലെ തന്നെ ഇതേ സ്വാമിയൊക്കെയാണെങ്കിലും സ്വാമിക്കൊരു തോക്ക് ഫാക്ടറി ഉണ്ടായിരുന്നു. ഈ തോക്ക് ഫാക്ടറിയിൽ ആയുധങ്ങൾ ഇറക്കുമതി സ്പെയിനിൽ നിന്ന് സ്പെയർ പാർട്ടുകൾ ഇറക്കുമതി ചെയ്തതിലും അദ്ദേഹത്തിൻ്റെ പേരിൽ ഗുരുതരമായ ചാർജുകൾ നിലനിന്നു. എന്തായാലും 1994 ഒരു പ്ലെയിൻ അപകടത്തിൽ കൊല്ലപ്പെട്ടു നമ്മളുടെ ധീരേന്ദ്ര ബ്രഹ്മചാരി എന്നറിയപ്പെടുന്ന ഇന്ത്യൻ റാസ്പുട്ടിൻ. അടിയന്തരാവസ്ഥ പോലും ഒരു പക്ഷേ
ഈ റാസ്പുട്ടിൻ്റെ കൈകളിലൂടെയാണ് അടിയന്തരാവസ്ഥക്കാലത്ത് അധികാരം ഏറ്റവും കൂടുതൽ ദുർവിനിയോഗം ചെയ്ത ആ സെയിൻറ്റുകളിൽ ഒരാളായിരുന്നു യോഗാഗുരുവായ ഈ ധീരേന്ദ്ര ബ്രഹ്മചാരി. പിന്നീട് മറ്റൊരാളാണ് ചന്ദ്രസ്വാമി. നേമിചന്ദ് ജെയിൻ എന്നറിയപ്പെടുന്ന അതിന് ചന്ദ്രസ്വാമി രാജസ്ഥാനിലെ ഒരു പട്ടണത്തിൽ ജനിച്ചു. താന്ത്രിക് ഗുരു എന്നറിയപ്പെടുന്ന മനുഷ്യനായിരുന്നു അയാൾ. ഏതോ കാട്ടിൽ പോയി ധ്യാനമൊക്കെ കൂടി അതിന് പിന്നീട് ജ്യോതിഷമൊക്കെ പഠിച്ച് ഹൈദരാബാദിലേക്ക് കുടിയേറി. ഹൈദരാബാദിൽ വെച്ചിട്ടാണ് നരസിംഹറാവു എന്നറിയപ്പെടുന്ന മനുഷ്യനുമായി പരിചയപ്പെടുന്നതും ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ അതികായനായി വളരുന്നതും. എന്തിനു ഈ ചന്ദ്രസ്വാമിയെ മന്ത്രിയാക്കാൻ പോലുമുള്ള പരിശ്രമങ്ങളുണ്ടായിരുന്നു അന്ന്. അദ്ദേഹത്തിൻ്റെ ഉപദേശം കേട്ടവരും കുഞ്ഞു കക്ഷികളൊന്നുമല്ല. പ്രധാനപ്പെട്ട അന്നത്തെ ഏറ്റവും വലിയ ആയുധ വ്യാപാരിയായിരുന്ന അഡ്നാൻ ഖഷോഗി, എലിസബത്ത് ടൈലർ, ബ്രൂണയിലെ സുൽത്താൻ, ബഹ്റൈനിലെ സുൽത്താൻ, ഇങ്ങനെ ഒരുപാട് പേര് പിന്നീട് ടിനി റൗലാൻ, ഇങ്ങനെ വളരെ പ്രശസ്തരായ ഒരുപാട് പേര് ഉപദേശിച്ച് നന്നാക്കിയ മനുഷ്യനാണ് ചന്ദ്രസ്വാമി. ഈ ചന്ദ്രസ്വാമി എന്തിന് ദാവൂദ് ഇബ്രാഹിമിനെ പോലും, ദാവൂദ് ഇബ്രാഹിമിൻ്റെയും ഗുരുവായിരുന്നു ഈ ചന്ദ്രസ്വാമി. ഈ ചന്ദ്രസ്വാമി പിന്നീട് ജെയിൻ കമ്മീഷനിലൂടെയാണ് പുറത്തു വരുന്നത്. രാജീവ് ഗാന്ധി അസാസിനേഷനിലെ ഫിനാൻഷ്യർ എന്ന് ജെയിൻ കമ്മീഷൻ അസന്നിഗ്ധമായി വിലയിരുത്തിയ മനുഷ്യനായിരുന്നു ചന്ദ്രസ്വാമി. പിന്നീട് ഹർഷത് മേത്ത നരസിംഹറാവുവിനെ കുടുക്കിയപ്പോഴും അതിലും പ്രധാനപ്പെട്ട പങ്കുവഹിച്ച ഒരു മനുഷ്യനായിരുന്നു ഈ ചന്ദ്രസ്വാമി. ഇങ്ങനെ ഒരുപാട് അതിന് സ്വാമിമാരുണ്ട്. അതിന് സന്തോഷ് മാധവനിലേക്ക്, നമ്മൾ കേരളത്തിലെ സന്തോഷ് മാധവനിലേക്ക് എത്തുമ്പോഴും കാര്യങ്ങൾ കുറച്ചൊന്നുമല്ല കടന്നു പോകുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് സ്വാമിമാർ നമ്മളുടെ ആത്മീയതയെ വിറ്റ് കാശാക്കി ഹിന്ദുമതത്തെ വളരെയധികം മോശപ്പെടുത്തുന്നു എന്നുള്ളതും, ഹിന്ദുമതം എന്നറിയപ്പെടുന്ന മഹത്തായ ആശയത്തെ, മഹത്തായ തത്വശാസ്ത്രത്തെ വളരെ മോശപ്പെടുത്തുന്നു എന്നുള്ളത് വളരെ വിഷമകരമായ, വളരെയധികം ദുഃഖകരമായ വസ്തുത തന്നെയാണ്. ഇങ്ങനെ എത്രയോ സ്വാമിമാരുണ്ട്. ഇനി മറ്റൊരു ഘട്ടത്തിൽ നമുക്ക് വിദേശ രാജ്യങ്ങളിലുള്ള സ്വാമിമാരുമായിട്ട് അടുത്ത ഒരു ടോക്കുണ്ട്. പ്രിയമുള്ളവരെ, ഈ ടോക്കും നിങ്ങൾ കാണണം എന്നുള്ള ഒരു അഭ്യർത്ഥനയാണ് എനിക്കുള്ളത്. ഇത്തരത്തിലുള്ള വീഡിയോകളുമായിട്ട് വീണ്ടും നമുക്കെത്താം. താങ്ക് യു വെരി മച്ച്.